reaction. Hello guys, welcome back to our server. So today നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് cold caramel frappuccino. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ guys, sugar syrup ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 1 കപ്പ് ഓഫ് ഷുഗറും 1 കപ്പ് ഓഫ് വാട്ടറും യൂസ് ചെയ്യാം. ഈ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നത് നമ്മളെ കോൾഡ് കാരമൽ ഫ്രാപ്പച്ചിനോൻ്റെ ബേസ് ആയിട്ടാണ്. കുറച്ച് സമയം കഴിയുമ്പോൾ ഇങ്ങനെ തെളിച്ചിട്ട് വരുമ്പോൾ ഒരു ചെറിയ ബബിളി ഫോം ആയിട്ട് വരും. ഇതിൻ്റെ മീനിങ് എന്താണ്, ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കല. ഇത് കുറച്ച് സമയം കഴിയുമ്പോൾ നല്ലോണം തെളിച്ച് ഇങ്ങനത്തെ ഫോമാകും. പക്ഷെ ഇത് റെഡി ആയിട്ടില്ല. പക്ഷെ കുറച്ചും കൂടി ആവാനുണ്ട്. ഇങ്ങനത്തെ ഒരു ഫോം ആകുമ്പോൾ ഹീറ്റ് ഒന്ന് ഓഫ് ആക്കിയിട്ട് ഒരു 1 മിനിറ്റ് ഇങ്ങനെ ലേ ചെയ്ത് വെക്കുക. അപ്പോൾ അത് ചൂട് പോയതിന് ശേഷം നമുക്കൊരു ജാറിൽ വെക്കാനാണ്. ഗൈസ്, ഇത് കുറേ സമയം വെക്കാൻ പാടില്ല. ഇത് കട്ട പിടിച്ചാൽ പിന്നെ ആക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇത് തണങ്ങി വന്നതിന് ശേഷം 1 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു നല്ല ജാർ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലൊന്ന് ഒഴിച്ച് കളയാം. അപ്പോൾ ഗൈസ്, ഇത് ജാറിൽ ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് ഇത് മിക്സിയിൽ അടിച്ചെടുക്കാം. നേരത്തെ മിക്സിയിൽ ഒഴിക്കുമ്പോൾ ഇതായിരുന്നു ഒരു ഫോം. പക്ഷേ ഒരു പ്രാവശ്യം പളിച്ചതിന് ശേഷം ഫോം ഇങ്ങനായിട്ട് കിട്ടും. ഇതാണ് കറക്റ്റ് ഫോം. സോ ഗൈസ്, നമ്മളിനി സിറപ്പ് തീർത്ത് ഇനി നമ്മൾ കാരമൽ ഫ്രാപ്പച്ചിനോൻ്റെ കാരമൽ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ ഓഫ് ഷുഗറും 1/4 കപ്പ് ഓഫ് വാട്ടറും എടുക്കാം. ഒരു പാനിൽ ഹൈ ഫ്ലെയിം ഇട്ടിട്ട് നമുക്കിത് ചൂടാക്കാം. സോ ഗൈസ്, ഇത് കറക്റ്റ് 1 ബൗൾ ഓഫ് ഷുഗർ ഉണ്ടാവും. ഇല്ലെങ്കിൽ സിറപ്പിൻ്റെ ഫോർമാറ്റേ വരുള്ളൂ, കാരമലിൻ്റെ ഫോർമാറ്റ് വരില്ല. പിന്നെ ഈ പ്രാവശ്യം നമുക്ക് സ്പാച്ചുലേനെ കൊണ്ട് സ്റ്റിർ ചെയ്യാനൊന്നും പറ്റുകയില്ല. നമുക്കിത് മനസ്സിലാവുന്നത് ഇത് കാരമലായി വരുന്നുണ്ടെന്ന് ഈ സൈഡിലെല്ലാം ഫുള്ള് ഗോൾഡിഷ് കളർ, ഇങ്ങനെ ഒരു ഗോൾഡിഷ് കളർ ആകുമ്പോൾ ഇങ്ങനെ ഒരു ഗോൾഡിഷ് കളറായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒരു ലോ ഹീറ്റ് ഇട്ടിട്ട് 4 കട്ടഡ് ബട്ടേഴ്സ് ഇടാം. ഈ ബട്ടേഴ്സ് ഇങ്ങനെ ഇടുമ്പോൾ 4 ബട്ടർ ഒരു 4 സ്റ്റിക്കായിട്ട് വേണം. ചെറിയ ചെറിയ പീസസ് കട്ട് ചെയ്താൽ ബെറ്റർ ആയിരിക്കും, നല്ലോണം മെൽട്ടായിട്ട് വരാൻ. ബട്ടർ ഇട്ടതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ബട്ടർ മെൽട്ടായിട്ട് ഇങ്ങനത്തെ ഒരു ഫോം ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് 1/2 കപ്പ് ഓഫ് ക്രീം ഇടാം. ഏത് ക്രീം യൂസ് ചെയ്യാം. ഞാൻ കുക്കിംഗ് ക്രീം എടുക്കുന്നത്. നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യാം, വേറെ ഏത് ക്രീം യൂസ് ചെയ്യാം. കുറച്ച് സമയം കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു സ്ട്രക്ചറായിട്ട് കിട്ടും, എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം. അപ്പോൾ ഇത് നമ്മൾ കാരമൽ നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്കൊന്ന് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. പിന്നെ ഒരു മിക്സിയിൽ 1.5 ഗ്ലാസ് ഓഫ് ഐസ് ക്യൂബ്സ് ഇടാം. പിന്നെ നമ്മൾ നേരത്തെ ആക്കി വെച്ച ഷുഗർ സിറപ്പ് ഇടാം, 3 സ്കൂപ്സ്. പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ച് 2 സ്കൂപ്പ് ഓഫ് കാരമൽ ഇടാം. പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ ഓഫ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ടതിന് ശേഷം നമുക്കൊരു 1/2 ഗ്ലാസ് മിൽക്ക് ഒഴിക്കാം. ഇത് നമുക്ക് നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഗ്ലാസ്സിൽ നമ്മൾ കാരമൽ എടുത്തിട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് ഫുള്ള് ഗ്രീസ് ചെയ്ത് വെച്ചാൽ പിന്നെ നമ്മൾ കോഫി ഒഴിച്ചതിന് ശേഷം അങ്ങ് കുടിക്കുക. വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മറക്കരുതേ, പ്ലീസ് സപ്പോർട്ട് us.